പണിയാനൊരു മൂടില്ലേ? എനിക്കൊരു മൂടില്ല വരണ്ട. മുടിഞ്ഞ വെയില് തട്ടിയും മുട്ടി ശനിയാഴ്ചയല്ലേ? അതെ. മുതലാളി ഇല്ലല്ലോ. മുതലാളി ഇല്ലാത്തത് നമുക്ക് ഇങ്ങനെ തട്ടിയും മുട്ടിയിട്ട് പൈസ മേടിക്കാം. എന്നാൽ പുതിയൊരു പയ്യൻ വരുമെന്ന് പറഞ്ഞോടാ. ഇന്ന് വരുമെന്ന് പറഞ്ഞായിരുന്നു. വരുവാണ് അവനെ കൊണ്ട് പണിയിപ്പിക്കും. എന്നിട്ട് നമുക്ക് വിളിക്കാം. നമ്മള് സീനിയേഴ്സ് അല്ലേ. മുതലാളിയോട് പറയാം, അവന് പണിയൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. നമ്മൾ ഇത് ചെയ്യാം. അവനെ ആ ഒരു ബൈക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. അവനാന്നാ തോന്നുന്നു കേട്ടോ. അതേന്ന് തോന്നുന്നു. അവൻ്റെ വരുന്നുണ്ടല്ലേ. രണ്ട് വലിയ വാങ്ങിലൊക്കെ പോകുന്നല്ലേ. പട്ടിന്നൊരു പണി കൊണ്ടാണോ ചേട്ടാ? അരവിന്ദ് ചേട്ടനാണോ? അരവിന്ദ് ചേട്ടൻ ആണെങ്കിൽ ആരായിരുന്നു? സുമോദി ചേട്ടൻ പറഞ്ഞിട്ട് വന്ന പണിക്ക് വേണ്ടി വന്ന. സുമോദി ചേട്ടൻ പറഞ്ഞായിരുന്നു പണിക്ക് വന്നതാ. ഈ സമയത്താണ് വരുന്നത്. ഞങ്ങളൊക്കെ വന്നിട്ട് ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ടിരിക്കുക. പോരെ തുടങ്ങി. എവിടാടേ വീട്? പണിയൊക്കെ അറിയാവോ? ടൈം പാസിന് വന്നതാണോ? ഈ പണിസ്ഥാനത്തിലൊക്കെ കവച്ച് വെച്ചിട്ടുണ്ട്. അതിന് തുടക്കം തന്നെ കയറി പോന്നെ. തൊട്ട് തല വെച്ചിട്ടെങ്കിലും പോകും. പണിയാൻ വന്നതല്ലേ. എങ്ങനെയുണ്ട് ആശാൻ? എൻ്റെ ആദ്യത്തെ ഡോസ് തോന്നുന്നു. അകത്തോട്ട് പോയി അടുത്ത പണി കൊടുക്കാം. ഇപ്പൊ ചൂസ് ഇനി അവനെന്റെ കാല് തൊട്ട് ഞാൻ അവനെ നോക്കിക്കോ. ആശാനെ പണി കൊടുക്കാം. എന്താ നിന്റെ പേരെന്താ? എൻ്റെ പേര് ജോബി. എന്റെ പേരൊക്കെയാണ്. ചേട്ടൻ്റെ പേരോ? എന്റെ പേര് ഷിബു. എന്നാടാ എന്റെ പേര് പറഞ്ഞപ്പോ ചിരിച്ചു. കേക്കടിക്ക് പറയാൻ പറഞ്ഞു കേട്ടോ. ഉരുടാവേ മതി. ഷർട്ടിലാതെ വന്നാൽ മതി. പൊടിയൊക്കെ ശാലം പറ്റിക്കോട്ടെ. പൊടിയല്ലേ ചേട്ടാ? ആദ്യമായിട്ട് വന്നല്ലേ ഇത്. പൊടിയൊക്കെ പറ്റട്ടെ. ഞങ്ങളൊക്കെ ഇങ്ങനെ ആയിരുന്നു. അത് വേണ്ട. വൈകിട്ട് കുളിപ്പിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ഇന്നുകൊണ്ട് അതിനെ ഷർട്ടൊന്നും കൊടുക്കണ്ട. ഓരോ ഷർട്ടിലാതെ വന്നാൽ മതി. ഓ ദൈവം എന്തൊരു കഷ്ടമാണ്. അമ്മ ഇവിടെ സമ്മതിക്കുന്നു. പോയി പണി. എന്തൊരു കഷ്ടമായത്. കേട്ടോ കേട്ടോ ഉറങ്ങാനും സമ്മതിച്ചിട്ടില്ല. അവനെന്ത് ചെയ്യും? ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അവൻ
ഞാൻ വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ വേറെ വല്ല വിഷയങ്ങളാണ് എന്റെ സുഖേടാ ജയിലിൽ പോയിട്ട് വരൂ എന്ന് പറയാം. ഓട്ടറാ ഞങ്ങൾ ചുമ്മാ തമാശ കാണിച്ചാടാ. ഓട്ടറാ നിങ്ങൾ ചുമ്മാ തമാശ കാണിച്ചു കേട്ടോ. ചേട്ടാ നിങ്ങൾക്ക് തമാശയാണ്, പക്ഷേ ചേട്ടാ ഇത് ആഴ്ചയിൽ ഒരാഴ്ചയായി പണിയില്ലായിരുന്നു. ഇന്നാ ഒരു പണി കിട്ടി. അപ്പോൾ ചേട്ടൻ എൻ്റെ അവസ്ഥ അറിയത്തില്ല. ഒരാഴ്ചയായിട്ട് പണിയില്ലായിരിക്കുന്നു. എൻ്റെ ഞങ്ങൾ ചുമ്മാ തമാശ കാണിച്ചാടാ, നീ പേടിക്കാതെ, നീ വിഷമിക്കൊന്നും വേണ്ട. ഞങ്ങൾ ചുമ്മാ ഇപ്പോഴത്തെ മാധ്യമങ്ങളിൽ കണ്ട പോലെ ചുമ്മാ ഒരു റാഗിങ്ങിൽ കാണിച്ചു നോക്കുള്ളൂ. അല്ലാണ്ട് ഞങ്ങൾ ശുദ്ധന്മാരാ, ഞങ്ങൾ ഇതുപോലെ ഭീകരന്മാരൊന്നുമല്ല. ജോബിനോട് ചുമ്മാ ഒരു തമാശയായിട്ട് കണ്ടെച്ചാൽ മതി. ഇനി എന്നും ജോബി ഞങ്ങളുടെ കൂട്ടത്തിൽ എന്നും ഉണ്ടാവും. ഇനി നമ്മളൊരു ടീമായിട്ട് തന്നെ നമ്മളുണ്ട് ഇവിടെ. അല്ലാണ്ട് ഞങ്ങൾ ഒരു റാഗിങ്ങാരും അല്ല കേട്ടോ. പ്രശ്നമൊന്നുമില്ല. നമുക്കൊരു സെൽഫി എടുത്ത് നമുക്ക് ഇനിയും തുടങ്ങിയേക്കാം.